കോഴിക്കോട്ട് ഇടത് കൈകൊണ്ട് എഴുതുന്ന ഒരു 1-ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകർ വലത് കൈകൊണ്ട് എഴുതാൻ നിർബന്ധിച്ചുവെന്ന് പരാതി ഉയർന്നിരിക്കുന്നു. സ്കൂളിൽ ഇടത് കൈകൊണ്ട് എഴുതാൻ ഒരു വിദ്യാർത്ഥിയും അനുവദിക്കില്ലെന്ന് അധ്യാപകർ പറഞ്ഞതായിട്ടാണ് രക്ഷിതാക്കൾ പരാതി പറയുന്നത്. വിഷയത്തിൽ രക്ഷിതാക്കൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി കൊടുത്തു. നമ്മുടെ സ്കൂളുകൾ, പ്രത്യേകിച്ചും സ്വകാര്യ സ്കൂളുകളൊക്കെ വിദ്യാർത്ഥികളുടെ ഓവറോൾ എൻറിച്ച്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങളാണ് ആവണം. സ്കൂൾ മാനേജ്മെന്റുകൾ നിർബന്ധമായി നിങ്ങളൊരു പ്രിൻസിപ്പളെ വെക്കുന്ന സമയത്ത് അതിന് പ്രായോഗിക ബുദ്ധിയെങ്കിലും, അറ്റ്ലീസ്റ്റ് പ്രായോഗിക സാഹചര്യം അനുസരിച്ചുള്ള ബുദ്ധിയെങ്കിലും ഉള്ള രീതിയിലുള്ള പ്രിൻസിപ്പളിനെയും അതുപോലെ അത്തരത്തിലുള്ള നിയമങ്ങളുമാണ് നമ്മുടെ സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടത്. സ്കൂൾ മാനേജ്മെന്റ് നിർബന്ധമായും പ്രിൻസിപ്പൾ അടങ്ങുന്ന സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ടുള്ള നിലപാടുകളും അവരുടെ കാഴ്ചപ്പാടുകളും വ്യക്തമാക്കി ചോദിച്ച് മനസ്സിലാക്കണം. ഒരു നിലക്കും കോമൺ സെൻസ് ഇല്ലാത്ത ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്താൽ ഇതേപോലെയുള്ള തൊട്ടതിനും പിടിച്ചും തോന്നിയ പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് സ്കൂളിനെ മൊത്തത്തിൽ, സ്കൂളിന്റെ സംവിധാനത്തെ, സ്കൂളിന്റെ ബിസിനസിനെ ക്വാളിറ്റിയെ ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പ്രായോഗിക ബുദ്ധിക്ക് നിരക്കാത്ത റൂളുകളുടെ സ്കൂളുകളിലേക്ക് നമ്മുടെ കുട്ടികൾ ഒരിക്കലും പറഞ്ഞയക്കുകയും ചെയ്യും. കോഴിക്കോട് കുളങ്ങര പീടികയിലെ ആക്സന്റ് ഇംഗ്ലീഷ് സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. പ്രീ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ കുട്ടി എഴുതുന്നത് ഇടത് കൈകൊണ്ട്. തന്റെ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള കുട്ടികൾ വേണ്ടെന്നും വലത് കൈകൊണ്ട് എഴുതാൻ നിർബന്ധിക്കുന്നുവെന്നുമാണ് ആരോപണം.